ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ സർക്യൂട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കപ്പോൾ ആ സർക്യൂട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ടിങ്കർ കാർഡ് ഓപ്പൺ ചെയ്യാം. ടിങ്കർ കാർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബ്രൗസർ. ടിങ്കർ കാർഡ് ഓപ്പൺ ചെയ്തു. നമ്മൾ സർക്യൂട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സർക്യൂട്ട് ക്ലിക്ക് ചെയ്തു. സർക്യൂട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. 3D ഡിസൈൻ, സർക്യൂട്ട്സ്, കോഡ് ബ്ലോക്സ്. നമ്മൾ സർക്യൂട്ട്സ് ആയതുകൊണ്ട് സർക്യൂട്ട്സ് ക്ലിക്ക് ചെയ്തു. നമുക്ക് സർക്യൂട്ട് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് കമ്പോണന്റ് അർഡിനോ എടുത്തു. നമ്മുടെ കമ്പോണന്റ് നമുക്ക് ആവശ്യമുള്ള കമ്പോണന്റ് ഔട്ട് സൈഡിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രാഗ് ചെയ്ത് എടുത്തു വെച്ചു. ഇനി നമുക്കൊരു ബ്രെഡ് ബോർഡ് വേണം. ബ്രെഡ് ബോർഡ് എടുത്തു. ഇനി നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ കമ്പോണന്റ് ആണ് ബസർ. നമ്മൾ ഇന്ന് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് വെച്ചാൽ ബസറിൽ എങ്ങനെയാണ് നമുക്ക് അർഡിനോ വെച്ച് ഒരു അലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബസറിന്റെ ഹെൽപ്പോടെ അർഡിനോ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു അലാം സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് സർക്യൂട്ടിലേക്ക് പോകാം. നമ്മുടെ മെയിൻ കമ്പോണന്റ് ബസർ നമുക്ക് എടുക്കാം. ബസർ നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വന്നത് പീസോ ബസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പീസോ ബസർ എടുത്തു. പീസോ ബസറിന് 2 ടെർമിനൽസ് ആണുള്ളത്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഇനി നമുക്ക് ഒരു റെസിസ്റ്റർ വേണം. ഓക്കെ, റെസിസ്റ്റർ എടുത്തു. റെസിസ്റ്ററിനെ നമ്മൾ ഇപ്പൊ നമ്മൾ 1 കിലോ ഓം ആണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 100 ഓം ആയിട്ടും എടുക്കാം. ഇപ്പൊ നമ്മൾ 1 കിലോ ഓം റെസിസ്റ്റർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് റെസിസ്റ്ററിനെ കുറച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. കാരണം റെസിസ്റ്റർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് റെസിസ്റ്ററിനെ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് റെസിസ്റ്ററിനെ നമ്മൾ എവിടെ കൊടുത്തു എന്നറിയാവോ? നമ്മുടെ ബസറിന്റെ പോസിറ്റീവ് കൊടുത്തു. എന്നിട്ട് റെസിസ്റ്ററിന്റെ മറ്റേ ടെർമിനലിൽ നമ്മൾ എവിടെ കൊടുത്തു എന്നറിയാവോ? നമ്മുടെ അർഡിനോയുടെ 13 പിൻ ഡിജിറ്റൽ പിൻ 13ലേക്ക് കൊടുക്കും. എന്തുകൊണ്ട് 13ലേക്ക് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് 13 പിന്നിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ കൊടുത്തു. നമ്മൾ വയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കുകയാണ്. സ്ട്രെയിറ്റ് ആവുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, നമ്മുടെ വയർ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബസറിന്റെ ഗ്രൗണ്ട് എടുത്ത് ഗ്രൗണ്ട് ചെയ്യാം. ബസറിന്റെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വയറിന് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ് കൊടുത്ത് നീറ്റ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ കൊടുക്കാറുണ്ട്, അറിയാലോ. ഗ്രൗണ്ടിൽ ബ്ലാക്കും VCC റെഡും കൊടുക്കണം. ബ്ലാക്ക് കളർ കൊടുത്തു. നമ്മൾ ഇവിടുന്ന് 5 വോൾട്ട് VCC എടുത്ത് റെഡ് ബോർഡിന്റെ പോസിറ്റീവ് കൊടുത്തു. വയറിന്റെ കളർ ചേഞ്ച് ചെയ്ത് റെഡ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ നെഗറ്റീവ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. അത് നമുക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യാം, കാരണം നമ്മുടെ റെഡ് വയർ ആണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗ്രൗണ്ട് കൂടെ കണക്ട് ചെയ്യാം. ഗ്രൗണ്ട് നമുക്ക് ഇതിലെ വഴിയുള്ളൂ. നമുക്ക് ഇതിലെ വഴിയല്ല, കുറച്ച് സ്പേസ് ഇവിടെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിലെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത് നോക്കാം. നമുക്ക് അതിന്റെ കോഡ് കൊടുക്കാം. നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു.
കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ട് നമ്മുടെ കോഡ് കൊടുക്കാം. നമ്മൾ ആദ്യം കോഡ് ഉണ്ടെന്ന് വിചാരിച്ചാണ് പേസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പൊ കോഡ് ഇല്ലായിരുന്നു. നമ്മൾ വീണ്ടും പോയി കോപ്പി ചെയ്തുകൊണ്ട് വന്നു. കോപ്പി ചെയ്ത് വന്നിട്ട് കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്തു. നമ്മൾ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കാൻ പോവാണേ. വർക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ബസർ അലാം ചെയ്ത സൗണ്ട് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതായത് ബസർ നമ്മൾ അഡ്മിനെ ഉപയോഗിച്ച് എങ്ങനെ അലാം ആയിട്ട് വർക്ക് ചെയ്യിക്കാന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിയത്. ഇവിടെ നമ്മൾ 2 ഫ്രീക്വൻസിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ ആദ്യം നമ്മൾ എന്താ വോയിഡ് സെറ്റപ്പിൽ കൊടുത്ത് പിൻ മോഡ് 13 ആയിട്ട് സെറ്റ് ചെയ്തു. അത് ഔട്ട്പുട്ട് പിന്നായിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ലൂപ്പിൽ കൊടുത്തതെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പിൻ 13ൽ ആദ്യം 200 ഹെഡ്സിലും 100 മില്ലി സെക്കൻഡിലും വരാനാണ്. അതായത് ഫ്രീക്വൻസി 200 ഹെഡ്സും ടൈം ഡിലേ 100 മില്ലി സെക്കൻഡും. വീണ്ടും നമ്മൾ ഡിലേ കൊടുത്ത ശേഷം നമ്മൾ ഫ്രീക്വൻസി വീണ്ടും ചേഞ്ച് ചെയ്തു. 200നെ 500ലേക്ക് ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മളവിടെ ടൈം സെറ്റ് ചെയ്ത് 300 മില്ലി സെക്കൻഡ്സ് ആണ്. ഡിലേ 200 തന്നെ വെച്ച് സെറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സർക്യൂട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.